ആഷി എന്താ അവിടെ ഇരുന്ന് കരയുന്നേ? ആഷി മോനെ, ഡാ നീ എന്തിനാ കരയുന്നേ? ആന്റിയോ? ഒന്നുമില്ല ആന്റി. നീ കാര്യം പറയടാ. എന്ത് പ്രശ്നമാണെങ്കിലും ആന്റി എന്റെ കൂടെ ഉണ്ടാവും. ഒന്നുമില്ല ആന്റി. നിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാലോ നിനക്ക് എന്തോ കാര്യമായ പ്രശ്നമുണ്ടെന്ന്. ഒരു പ്രശ്നവുമില്ലാതെ നീ ഇങ്ങനെ കരയാൻ നിക്കോ? ആന്റിയോട് ഞാൻ പറയണോ? ആന്റി, എനിക്കൊരു അബദ്ധം പറ്റി. അതിനെന്താ മോനെ, അബദ്ധമെല്ലാം പറ്റുന്ന സാധാരണയല്ലേ. ഈ ആന്റിക്ക് തന്നെ എന്തോ ഒരു അബദ്ധം പറ്റിയിരിക്കുന്നു. ആന്റി, ഇത് അങ്ങനത്തെ അബദ്ധമല്ല. മോൻ കരയൊന്നും വേണ്ട. മോന്റെ എന്ത് അബദ്ധമാണെങ്കിലും ആന്റി കൂടെ ഉണ്ടാവും. ശരിക്കും? അതെ മോനെ, പ്രോമിസ്. ഇങ്ങനെ ചെറിയ സില്ലി കാര്യങ്ങൾക്കൊക്കെയാണ് മോൻ കരയുന്നേ. മോൻ ആദ്യം ഈ കരച്ചിലൊക്കെ ഒന്ന് നിർത്തിയേ. നോക്കിയാട്ടെ, എന്നിട്ട് മുഖം ഇങ്ങനെ സങ്കടം പിടിച്ച പോലെ. അല്ല, മോൻ എന്താ പറ്റിയേ? അതാന്റി. മോൻ പറഞ്ഞോ ഈ ആന്റി ഉണ്ട് മോന്റെ കൂടെ? ആന്റി, മോൻ പറഞ്ഞോ? ഞാൻ ചിന്നുനെ കൊന്നു. എന്തെന്നാ നീ പറഞ്ഞേ? അതെ ആന്റി, പക്ഷെ അറിയാണ്ട് സംഭവിച്ചു പോയതാ. അറിയാണ്ട് ഒരാളെ കൊല്ലാനാ? ഉയ്യൻ്റെള്ളോ, അറിയാണ്ട് ഞാൻ കയറി ഏറ്റും പോയല്ലോ. അല്ല ആഷി, ഇതെല്ലാം എങ്ങനെയാ സംഭവിച്ചേ? ആന്റി എനിക്ക് കൊണ്ടു തന്ന കോസ്റ്റ്യൂം ഇല്ലായിരുന്നോ? ആ കോസ്റ്റ്യൂം ഇട്ടിട്ടൊന്ന് പേടിപ്പിക്കാൻ നോക്കിയതാ. ആ ഡ്രസ് ഇട്ടിട്ട് ഞാനവിടെ പേടിപ്പിക്കാൻ നിന്നതേ ഉള്ളൂ. ഒരു സൗണ്ട് പോലെ ആക്കിയില്ല. പക്ഷെ അതിനു മുന്നേ അവളെ പേടിച്ച് ബോധം കെട്ട് വീണ് മരിച്ചുപോയി. എന്റെ അമ്മോ, ആ ഡ്രസ്സ് ഞാനല്ലേ അവന് കൊടുത്തേ? ഏത് നേരത്താണോ എനിക്കങ്ങനെ കൊടുക്കാൻ തോന്നിയേ? അയ്യോ, അപ്പൊ ഈ മരണം എന്റെ തലയിലാവുമല്ലോ. ആന്റി, എന്റെ ഉപ്പ ഇനി എന്നെ വന്ന് പിടിച്ചിട്ട് പോകൂലേ? എന്നിട്ട് ജയിലിലടക്കൂലേ? അയ്യോ, അപ്പൊ ഇക്ക എന്നെയും കൊണ്ടുപോകൂലേ? ഇക്കാലത്തിനിടക്ക് ഇക്കാക്ക് ഫുഡ് കൊടുക്കാൻ പോലും ജയിലിന്റെ അങ്ങോട്ട് പോയിട്ടില്ല. ഇനിയിപ്പോ കൊലക്കേസിൽ പ്രതിയായിട്ട് ജയിലിൽ കിടക്കേണ്ടി വരൂലേ? അപ്പൊ ആന്റിയും ജയിലിലാവും? അപ്പൊ എനിക്ക് കൂട്ടുണ്ടല്ലേ? ഒന്നും മിണ്ടാതിരിക്കോ? ഒരാളിവിടെ കൊലക്കുറ്റത്തിന് ജയിലിൽ പോകാനിരിക്കുമ്പോഴാണ് അവന് ജയിലിൽ കൂട്ടുകിട്ടുന്നതിന് സന്തോഷം. നിന്റെ ഈ പ്രായത്തിലെ കുട്ടികൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അത് കുഞ്ഞു കുഞ്ഞു നുള്ളലോ പിച്ചലോ മാന്തലോ അങ്ങനെയൊക്കെയാ. ഞാനും ആക്കിയിട്ടുണ്ട് ചെറുപ്പത്തിലെ കുഞ്ഞു കുഞ്ഞു കച്ചറകള്. അല്ലാണ്ട് ഇന്നെ പോലെ എങ്ങനെയാണ് ഒരാളെ തട്ടാൻ കഴിയുന്നേ? കണ്ട, എന്തിനും ആന്റി കൂടെ ഉണ്ടാന്ന് പറഞ്ഞിട്ട്. എന്നെ കൊണ്ട് കൂടുതലൊന്നും നീ പറയിപ്പിക്കല്ലേ. എന്തായാലും നീ പെട്ടു. നിനക്ക് ആ ഡ്രസ്സ് വാങ്ങി തന്ന വകയിൽ ഞാനും പെടും. നമ്മളിനി എന്താടാ ചെയ്യുക? ഇവിടെ അടുത്തൊരു കാടുണ്ട്. ഞാൻ ആദ്യം അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചേ. ഞാൻ കാടിന്റെ മുമ്പിൽ വരെ എത്തിയതുവാ. പക്ഷെ തനിച്ച് കാട്ടിൽ പോകാൻ പേടിയായതുകൊണ്ട് വേറെ വഴിക്ക് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് പാർക്കിലോട്ട് വന്നു. ഇനിയിപ്പോ ആന്റി എന്റെ കൂടെ ഉണ്ടല്ലോ, നമുക്ക് കാട്ടിൽ പോയി ഒളിച്ചു കഴിയാം. ഇവിടുത്തെ പോലീസിനെ പേടിച്ച് കാട്ടിലെ മൃഗങ്ങളുടെ നടുക്ക് ഒറ്റക്ക് കഴിയണമെന്നല്ലേ? ആ ബെസ്റ്റ്. ആ കാട്ടിൽ അതിന് മൃഗങ്ങളൊന്നുമില്ല. എന്നാ പിന്നെ അങ്ങോട്ടേക്ക് തന്നെ പോവാല്ലേ? ആ ആന്റി, നമുക്ക് അങ്ങോട്ട് പോവാം. എന്നാ നീ നടക്ക്, എനിക്ക് കാട്ടിലോട്ടുള്ള വഴിയൊന്നും അറിയില്ല. ആ ആന്റി, നമുക്ക് പോകാം. ഈ രണ്ടെണ്ണത്തിന് നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇവരെ നമുക്കങ്ങ് തട്ടിക്കളഞ്ഞേക്കാം. അങ്ങനെ ഇവര് നമ്മളെ കാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകണ്ട. ഞങ്ങളെ ഉപദ്രവിക്കരുതേ, ഞങ്ങളെ വെറുതെ വിടണം. ആദി, ഇവരോട് പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ ഋഷി, നീ ഇങ്ങനെ പറയല്ലേ. നീ അവരോട് പറഞ്ഞു നോക്ക് നമ്മളെ വെറുതെ വിടാൻ. ഇവര് നമ്മളെ വെറുതെ വിടേണ്ടതായിരുന്നെങ്കിൽ നമ്മളെ നേരത്തെ തന്നെ വിടില്ലായിരുന്നോ? ആദി, എന്തായാലും അവര് നമ്മളെ കൊല്ലും. അതിനു മുന്നേ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. അതെന്താ ഋഷി? അത് നിന്നെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. എന്നല്ല ഋഷി പറയുന്നേ? അതേടാ, നിന്നോട് ഞാൻ എന്റെ ഇഷ്ടം പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഇനിയൊരു ചാൻസ് എനിക്ക് കിട്ടില്ല എന്നറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പറഞ്ഞേ. നിനക്ക് ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് എന്നോട് ദേഷ്യമൊന്നുമില്ല? ഇല്ല. ഇതൊന്നും കണ്ട് ഞങ്ങളുടെ മനസ്സിലില്ല. നീലി, നീ എന്താ ഇവിടെ? നിങ്ങൾ ഈ കുട്ടികളെ വെറുതെ വിടണം. വെറുതെ വിടണമെന്നോ? അതൊന്നും നടക്കില്ല. നിനക്ക് വേണ്ട 3 കുട്ടികൾ അവിടെ ഇല്ലേ? പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? ഇവരുടെ കൂടെയുള്ള മറ്റു കുട്ടികളാണ് അന്ന് തലതിരിയേന്റെയും തിരിതലേന്റെയും വഴക്ക് അവസാനിപ്പിച്ചത്. അതേ നീലി, നീ ഈ പറഞ്ഞത് സത്യമാണോ? അതേ നീ, അതവരെ നേരിട്ട് വന്ന് പറയുകയും ചെയ്തു. നമ്മളെ താഴെ ഇറക്കി. എന്നാൽ ഞാനിവരെ മറ്റു കുട്ടികളുടെ അടുത്തേക്ക് കൊണ്ടാക്കാം. ഞങ്ങൾക്കറിയില്ലായിരുന്നു നിങ്ങൾ ആരാന്ന്. അതെ, ഞങ്ങൾ നിങ്ങളോട് ചെയ്ത എല്ലാ ദ്രോഹത്തിനും മാപ്പ്. വാ കുട്ടികളെ, എന്റെ പുറകെ വന്നോളൂ. വാ ഋഷി, നമുക്ക് പോകാം. എടാ മായ, ഇന്ന് ഞങ്ങൾ പോവാണേ. അല്ല, അതെന്താ നിങ്ങൾ ഇപ്പോ പോകുന്നേ? അല്ല, നീലി ചേച്ചി വന്നിട്ട് പോയാ പോരെ? ഇല്ലടാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ പോയി കുറച്ച് പണിയുണ്ട്. എന്നാ നിങ്ങൾ പൊക്കോ. നീലി ചേച്ചിയോട് ഞാൻ പറഞ്ഞോളാം. കൂട്ടുകാരെ, എന്നാ ഞങ്ങൾ പോവുകയാണേ. നിങ്ങളോട് ഒത്തിരി നന്ദിയുണ്ട്. അതെ, നിങ്ങളുള്ളത് കൊണ്ട് മാത്രമേ ഞങ്ങൾ നീലി ചേച്ചി വെറുതെ വിട്ടെ. നിങ്ങളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. പക്ഷേ ഇനി ഞങ്ങൾ രക്ഷപ്പെടാൻ കാരണം നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. നന്ദിയുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ കാരണമല്ലേ ഞങ്ങളുടെ പിണക്കെല്ലാം മാറി. എന്നാ ശരി, ഞങ്ങൾ വേഗം ഇറങ്ങട്ടെ. വാടാ തലതിരിയാ, നമുക്ക് പോകാം. നീലി ചേച്ചി വന്നല്ലോ. അതാ പുറകെ ഋഷിചേട്ടനുണ്ട്. ആദില ചേച്ചി വരുന്നുണ്ടല്ലോ. അല്ല, അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം വന്ന സ്ഥിതിക്ക് നിങ്ങൾ തിരിച്ചു പോവുകയല്ലേ? അല്ല, അതെങ്ങനെ ശരിയാവും? അതന്നെ, നമുക്കിതുവരെ ആശയം കണ്ടുകിട്ടിയില്ലല്ലോ. അതിന് നിങ്ങളുടെ ആ കൂട്ടുകാരൻ ഈ കാട്ടിലൊന്നുമില്ലല്ലോ. ഇവിടെ ഇല്ലെന്നോ? അല്ല, അപ്പൊ അവനോട് പോയി? അത് ഞങ്ങൾക്കറിയില്ല. പക്ഷെ നിങ്ങളുടെ കൂട്ടുകാരൻ എന്തായാലും ഈ കാട്ടിലില്ല. അല്ല, അവൻ ഈ കാട്ടിലില്ലാന്ന് പറഞ്ഞിട്ട് ഇവരെന്താ ചിരിച്ചോണ്ടിരിക്കുന്നത്? അല്ല ചേച്ചി, ആശി ഈ കാട്ടിലില്ലാന്ന് ചേച്ചി നേരത്തെ അറിഞ്ഞോ? ഞങ്ങളോട് നേരത്തെ 2 ഭൂതങ്ങൾ പറഞ്ഞായിരുന്നു അവൻ ഈ കാട്ടിലില്ലാന്ന്. അയ്യോ, അപ്പൊ അവനെവിടെ? അതെനിക്കറിയില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും കൂടി അവനെ കണ്ടുപിടിക്കാം. നിങ്ങളുടെ ഫ്രണ്ട് ഇപ്പൊ എവിടെയുണ്ടാകുമെന്ന് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാളെ എനിക്കറിയാം. ഒരു നിമിഷം നിങ്ങൾ വെയിറ്റ് ചെയ്യ്. ഇയാളിത് എന്താ ചെയ്യുന്നേ? അയ്യോ, ഇതാരാ?
അല്ല, ഈ കാട്ടിൽ ഇത് എത്ര ടൈപ്പ് പ്രേതങ്ങളുണ്ട്? ഡാ മായ, നീ എന്തിനാ എന്നെ വിളിച്ചേ? ഇവരുടെ ഒരു സുഹൃത്തിനെ കാണാനില്ല. അവൻ ഈ കാട്ടിലുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവര് വന്നേ. അവൻ എവിടെ ഉണ്ടെന്ന് കണ്ടെത്തി തരണം. അവൻ ഇവിടെ അടുത്ത് തന്നെയുണ്ട്. ഇവിടെ അടുത്തുണ്ടെന്നോ? നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞ ഈ കാട്ടിലില്ലാന്ന്. ഈ അടുത്തുണ്ടെന്ന് പറഞ്ഞത് ഈ കാട്ടിലുണ്ടെന്നല്ല, ഈ കാടിന് വെളിയിലുണ്ടെന്നാണ്. ഓ, സമാധാനായി. അവൻ കാടിന് പുറത്തുണ്ടല്ലോ. അല്ല, അപ്പൊ ഇത്രയും നേരം അവൻ അന്വേഷിച്ച് കാട്ടിൽ വന്ന് നമ്മളാരായി? വെറുതെ നമ്മൾ ഈ കാടെല്ലാം കയറിയല്ലേ. എന്നാ ശരി, ഞാൻ പോകുന്നു. അല്ല, അപ്പൊ ആശ എവിടെയാന്ന് അറിഞ്ഞ സ്ഥിതിക്ക് നമുക്കെന്നാ ഇറങ്ങിക്കൂടെ? അതെ, എങ്ങനെങ്കിലും എനിക്കൊന്ന് വീടെത്തിയാ മതി. ഹലോ, എക്സ്ക്യൂസ് മീ. എന്താ? ഭൂതത്തിനെ കണ്ടു, യക്ഷയെയും കണ്ടു, പിന്നെ വേറെ ഏതൊരു സാധനത്തിനെയും കണ്ടു. ചേട്ടന് ഇതിലേതാ? ഓ, ഞാനോ? ഞാൻ കുട്ടിച്ചാത്തനാ. എല്ലാരും സംശയം ചോദിക്കല്ലേ, അപ്പൊ എനിക്കൊണ്ടൊരു സംശയം. അതെന്താ ചിന്നു, എന്താ നിന്റെ സംശയം? നീല ചേച്ചി, ചേച്ചി എന്തിനാ വെള്ളസാരി എടുത്തിരിക്കുന്നേ? പ്രേതങ്ങളെല്ലാം വെള്ളസാരി തന്നെ എടുക്കലേ? അങ്ങനെ ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. എനിക്ക് സാരി ഇഷ്ടമായതുകൊണ്ട് ഞാൻ സാരി എടുക്കുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കുറെ മോഡേൺ പ്രേതങ്ങളുണ്ട്. അവരിൽ ചിലരെല്ലാം വെള്ള ഫ്രോക്ക് ഇടും, വേറെ ചിലർ ഷർട്ടും സ്കേർട്ടും കോട്ടും സ്യൂട്ടും ഇട്ട് നടക്കുന്ന പ്രേതങ്ങൾ വരെയുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. എന്നാ ചേച്ചി, ഞാനൊരു സംശയം ചോദിക്കട്ടെ? ആ, ചോദിച്ചോ. ചേച്ചിയാണോ ഈ കല്യാങ്കാട്ട് നീലി? എന്റെ ശരിക്കുള്ള പേര് തങ്കമ്മ എന്നാ. പ്രേതം തങ്കമ്മ എന്നൊക്കെ പറയുമ്പോ അതിനൊരു ഗുമ്മില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എന്റെ പേര് മാറ്റി അങ്ങ് നീലിന്നാക്കി. പക്ഷെ ഞാൻ കല്യാങ്കാട്ട് നീലിയുടെ ഭയങ്കര ഫാനാ. എന്നാൽ നിങ്ങൾ വേഗം ഇറങ്ങിക്കോ, അധികം ലേറ്റ് ആക്കണ്ട. ഇപ്പോൾ തന്നെ സമയം കുറേയായി. ഋഷി, വാ, എന്നാ നമുക്ക് ഇറങ്ങാം. ശരി ആദി, വാ നമുക്ക് ഇറങ്ങാം. എന്നാ ശരി നീല ചേച്ചി, പിന്നെ കാണാം. ഏയ്, ഇനി ഇങ്ങോട്ടൊന്നും നിങ്ങൾ വരില്ലേ. ഈ കാട് ശരിക്കും മനുഷ്യർക്കുള്ളതല്ല. ഇത് ഞങ്ങളെ പോലെ ആർക്കും വേണ്ടാത്ത കുറെ പ്രേതങ്ങൾക്കും ഭൂതങ്ങൾക്കും രാക്ഷസന്മാർക്കും ഒക്കെ ഉള്ളതാണ്. നിങ്ങൾക്ക് വേറെയും സ്ഥലങ്ങളുണ്ടല്ലോ, ഞങ്ങൾക്ക് ഈ കാട് മാത്രമേ ഉള്ളൂ. എന്നാ ശരി ചേച്ചി, താങ്ക് യു. ഞങ്ങളെ അവിടെ രക്ഷിക്കാൻ എത്ര നന്ദി പറഞ്ഞാൽ മതിയാവില്ല. എന്നാ ശരി മക്കളെ, നിങ്ങളെല്ലാം വേഗം വീട്ടിലോട്ട് പോയിക്കോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിനെ വേഗം തന്നെ കിട്ടും കേട്ടോ. എന്നാ ശരി മായ കുട്ടിച്ചാത്ത, ഞങ്ങൾ പോട്ടെ. പിന്നെ നേരത്തെ നിങ്ങൾ കാണിച്ച സൂപ്പും ഫ്രൈസ് ഒക്കെ തിന്നാൻ കഴിയോ? നല്ല വിശപ്പുണ്ട്, അതുകൊണ്ടാ ചോദിക്കുന്നേ. ഏയ്, അതെല്ലാം വേറെ മായയല്ലേ.